ഓൺലൈനിൽ 300-ന് സംതിങ് വിലയുള്ളതാണ്. ഈ കാട്ടിൽ കിടക്കാൻ ആർക്കെങ്കിലും വിലയുണ്ട്? കലയടി എടുക്കാൻ വന്നതുകൊണ്ട് ഇതിനെ നമ്മൾ കണ്ടു. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കാട്ടിലെ സ്വർണം കണ്ടുപിടിച്ച് അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് ഓക്കെ. അലങ്കാര ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അലോക്കേഷ്യ, അഥവാ നമ്മൾ സാധാരണ കാണുന്ന ചേമ്പ് വർഗ്ഗത്തിൽപ്പെടുന്ന അലങ്കാര ചെടികൾ കേട്ടോ. ഹൃദയാകൃതിയിലുള്ള വലിയ ഇലകളും മനോഹരമായ ഷേപ്പുകളുമാണ് ഇവയുടെ സാധാരണ നമ്മൾ ഈ ചേമ്പ് വർഗ്ഗത്തിൽപ്പെടുന്ന ചെടികളുടെ ആകർഷണം. എന്നാൽ പലർക്കും ഈ അലോക്കേഷ്യ എന്ന് പറയുന്ന ചെടി ഇനത്തിൽപ്പെടുന്നവയെല്ലാം വാടിപ്പോകുന്നതായും ഇലകൾ മഞ്ഞ നിറമാകുന്നതായും പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അലോക്കേഷ്യ ചെടികൾ എങ്ങനെ എളുപ്പത്തിൽ പരിപാലിക്കാമെന്നും അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നമുക്കൊന്ന് കണ്ടറിയാം, അഥവാ കേട്ടറിയാം. ആദ്യമേ ഞാൻ ഇതിന് ആവശ്യമായ വെളിച്ചത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. അലോക്കേഷ്യ ചെടികൾക്ക് വെളിച്ചം വളരെ പ്രധാനമാണ് കേട്ടോ. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൂടുതലാണ്. നേരിട്ടുള്ള വെയിൽ ഒഴിവാക്കുക. കടുപ്പമേറിയ നേരിട്ടുള്ള സൂര്യപ്രകാശം അടിച്ചാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അഥവാ നമ്മുടെ മഞ്ഞിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ, മഞ്ഞ കളറൊക്കെ ആയിപ്പോകുമെന്ന് കേട്ടിട്ടില്ലേ, കരിഞ്ഞു പോകും, മഞ്ഞളിക്കും, അതെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഇലകൾ കരിഞ്ഞു പോകുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം അതാണല്ലോ. അപ്പോൾ തന്നെ അതിലൊരു നെഗറ്റീവായി അത് വരാൻ ചാൻസ് ഉണ്ട്. പരോക്ഷമായ വെളിച്ചം സാധാരണ വീടിനകത്താണെങ്കിൽ ജനലിൻ്റെ അടുത്തോ പുറത്താണെങ്കിൽ തണലുള്ള നമ്മുടെ സാധാരണ ബാൽക്കണി, നെറ്റ് ഹൗസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇത് നട്ടിരിക്കുന്ന ആ ഏരിയയിലുള്ള മണ്ണിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ മണ്ണിനെ എങ്ങനെ നനയ്ക്കണമെന്നും എങ്ങനെയുള്ള മണ്ണായിരിക്കണമെന്നുമുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അലോക്കേഷ്യ നശിച്ചു പോകാനുള്ള പ്രധാന കാരണം നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു നനവ് രീതിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പോട്ടി മിക്സ് എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാതെ എളുപ്പത്തിൽ വാർന്നു പോകുന്ന രീതിയിൽ ഉള്ള മണ്ണായിരിക്കണം ഇതിന് ഉപയോഗിക്കേണ്ടത്. ചകിരിച്ചോറ്, നമ്മളെ ഗാർഡൻ സോയിൽ, മണൽ, പെർലൈറ്റ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ സമമായി ചേർത്ത് മണ്ണ് തയ്യാറാക്കി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം കേട്ടോ. പിന്നെ ഇതിനെ നനയ്ക്കുന്ന രീതി, മണ്ണിൻ്റെ ഉപരിതലം നമ്മൾ ഏകദേശം 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഉണങ്ങിയ ശേഷം മാത്രം അടുത്ത ഇതിൽ പാടുള്ളൂ, എന്നാൽ നമ്മൾ നനയ്ക്കാൻ പാടുള്ളൂ. അമിതമായ വെള്ളം ഒഴിച്ചാൽ കിഴങ്ങ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ചെടി നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ. സാധാരണ രീതിയിൽ നമ്മുടെ ഈ അലോക്കേഷ്യ എന്ന് പറയുന്ന ചെടി നിൽക്കുന്ന സ്ഥലങ്ങളിലെ ഈർപ്പവും അന്തരീക്ഷവും ഇതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ചൂടും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. അവിടെ അത് നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഈ ചെടി നല്ല രീതിയിൽ നല്ല പച്ചപ്പോട് കൂടി നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത് പറയുന്നത്. നമ്മുടെ ഈ കാട്ടുചെടികളുടെ സ്വഭാവമാണല്ലോ ഈ അലോക്കേഷ്യ എന്ന് പറയുന്ന ചെടിക്ക് സാധാരണ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെടിക്ക് ഈർപ്പം വളരെ ഇഷ്ടമാണ് താനും, എന്നാൽ ഓവറാവാനും പാടില്ല. നമ്മുടെ ഇലകളുടെ തുമ്പ് ഉണങ്ങിപ്പോകുന്നത് തടയാൻ ഇലകളിൽ വെള്ളം തളിച്ചു കൊടുക്കുന്നതായിരിക്കും വളരെ അത്യുത്തമം കേട്ടോ. നമ്മൾ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾക്ക് നമ്മുടെ ഈ ഇല ഉണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്ന ഇലയുടെ തണ്ടൊക്കെ കണ്ടോ, അപ്പോൾ ഇതൊക്കെ ഈ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിയതിന് ശേഷം അതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ, നന്നായിരിക്കും. പിന്നെ വളരെ തണുപ്പുള്ള മുറികളിലോ എയർ കണ്ടീഷനിങ് തൊട്ടടുത്തോ ഈ ചെടി വയ്ക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ AC ഒക്കെ ഉള്ള റൂമിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പുള്ള ഏരിയയിലൊന്നും ഈ ചെടി വയ്ക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചെടിയുടെ തണ്ട് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചേമ്പൻ തണ്ടാണ്. നമ്മൾ സാധാരണ അറിയാമല്ലോ, ചേമ്പൻ തണ്ട് ഓവറായിട്ട് മഴയോ ഒക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ആയി പോകും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തണ്ട് കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം പറയുകയാണെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളർച്ചാ കാലഘട്ടത്തിൽ ചെടിക്ക് നല്ല രീതിയിൽ പോഷകങ്ങൾ ആവശ്യമാണ്. സാധാരണ രീതിയിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും ആവശ്യമാണ്, എന്നാലും ഇതിന് ഇത്തിരി കൂടുതലായിട്ട് പോഷകങ്ങൾ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ്. മാസത്തിലൊരിക്കൽ ജൈവവളങ്ങളായ ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വെള്ളത്തിൽ കലക്കിയത്, പിന്നെ അല്ലെങ്കിൽ പ്ലാന്റ് LPK എന്ന് പറയുന്ന നമ്മുടെ NPK എന്ന് പറയുന്ന ഒരു മിശ്രിതമുണ്ട്, അത് നേർപ്പിച്ചൊക്കെ ഇതിൽ തളിച്ചു കൊടുക്കാം.
തണുപ്പ് കാലത്തോ ചെടിയുടെ വളർച്ച നിലച്ചു നിൽക്കുന്ന സമയത്തോ വളം നൽകേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും അതിന് വളം കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ അതും ഇതിന് വളരെ ദോഷമാണ് കേട്ടോ. പിന്നെ ഇതിന് പൊതുവായ പ്രശ്നങ്ങളും നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ അലോക്കേഷ്യ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇലകൾ മഞ്ഞ നിറമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാലേ, അമിതമായ നനയോ അല്ലെങ്കിൽ വെള്ളക്കുറവ് കൊണ്ടൊക്കെ ആവാം. എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ നനയ്ക്കുന്നത് ഓവറായി പോയാലും ഇതിന് നമ്മുടെ ഈ ഇലകൾ മഞ്ഞ കളറായി പോവും. അതുകൂടാതെ തന്നെ ഇതിന് വെളിച്ചക്കുറവുണ്ടെങ്കിലും നമ്മൾ ഈ ഇലകൾക്കൊക്കെ വെളിച്ചക്കുറവ് വന്നാലും ഇതിൻ്റെ ഇല മഞ്ഞളിച്ചു പോകും കേട്ടോ. പിന്നെ ഇതിൻ്റെ കീടബാധ, നമ്മളെ ഇലകളുടെ അടിവശത്ത് ചിലപ്പോൾ ചിലന്തിപ്പേൻ എന്ന് പറയുന്നവരുണ്ട്, സ്പൈഡർ മൈൻസ് എന്ന് പറയുന്ന ഒരു പ്രാണി, അല്ലെങ്കിൽ മീലി പഗ്ഗുകൾ എന്ന് പറയുന്ന ഒരു പ്രാണി, ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഇത് വളരെ പരിഹാരമാവും. എന്ന് പറഞ്ഞാൽ ചെടി നമ്മുടെ ഇലയൊക്കെ ഇതുപോലെ മനോഹരമായിട്ട് കിട്ടും. പിന്നെ നമുക്കിതിലൊരു സുരക്ഷാ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, അലോക്കേഷ്യ ചെടികൾ കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് വിഷാംശമുള്ളതാണ്. ഞാൻ പണ്ടുള്ള വീഡിയോസിലും നമ്മളിത് വളരെ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുഞ്ഞു മക്കളുടെ കയ്യിലൊന്നും ഇതിൻ്റെ കറകളോ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു കറയോ ഒന്നും ആവാൻ പാടില്ല. വളർത്തുമൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും ഇത് വയ്ക്കാൻ പാടില്ല. അത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഇതിന് ശരിയായ പരിചരണം നൽകിയാൽ വർഷങ്ങളോളം നമ്മുടെ വീടിന് ഭംഗി കൂട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഈ അലോക്കേഷ്യ എന്ന് പറയുന്ന ചെടി. നമ്മൾ ഇനി പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പറമ്പിലൊക്കെ ഇങ്ങനത്തെ ചെടി ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും നമുക്ക് കാണാം. ഓക്കെ, കാണാം. ടാറ്റ. എനിക്ക്